ഗോൾഡൻ ഗോൾ ഗെയിമിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? റീകണക്ട് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ ഗെയിമിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഒരു ചങ്ങായിരുന്നു എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്ത്. അതാ ചങ്ങായി ഇപ്പം വാട്സാപ്പിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻട്രോ പറയും. നമ്മളിപ്പം ഒരു കളിക്കാൻ പോകുന്നൊരു കളി എന്തെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് മാച്ച് കളിക്കാൻ പോകുന്നത്. അപ്പം അതൊക്കെ കാണിക്കാം. ഓക്കെ, നമ്മളിപ്പം അവൻ്റെ അക്കൗണ്ട് ഞാൻ കാണിക്കാം. ദി മലയാളി എന്നുള്ളൊരു അക്കൗണ്ടാണ്. ദി മലയാളി ഇതാണ് എൻ്റെ അക്കൗണ്ട്. ലാപ്ടോപ്പ് എടുക്കാം. ഹലോ, അപ്പം അവൻ വന്നിട്ടുണ്ട് നമ്മുടെ ഫേസിൽ. ഓക്കെ, നോക്കി ഇനി അവനും കൂടെ ഒന്ന് ഇൻട്രോ പറയട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2 പ്രോ അക്കൗണ്ട്സ് ഇവിടെ ഒരു ഗെയിം പ്ലേ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അക്കൗണ്ടും അവൻ്റെ അക്കൗണ്ടും നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പം എങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരുണ്ട് ഗൈസ്, നമ്മൾ ഈ പ്രോ അക്കൗണ്ട് ബിൽഡ് ചെയ്യുന്ന വീഡിയോ ഒരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും ഇരുന്നത്. ഇത് പാർട്ട് 1 പാർട്ട് 2 അല്ല, ഇതൊരു ഫൺ വീഡിയോ ആണേ. മറ്റേത് വേറൊരു അക്കൗണ്ടിലാണ്. അത് നമുക്ക് കാണിക്കാം പിന്നെ എങ്ങനെ പ്രോ അക്കൗണ്ട് ആക്കുന്നതെന്ന്. നമുക്ക് തുടങ്ങാം അല്ലേടാ? ഇത് ഞങ്ങളുടെ മെയിൻ അക്കൗണ്ടാണ്. ഇത് നമ്മുടെ മെയിൻ അക്കൗണ്ടാണ്. നമ്മൾ മെയിൻ അക്കൗണ്ടിൽ ജസ്റ്റ് ഫണ്ണായിട്ട് കളിക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. മറ്റേനകത്തായിരിക്കും നമ്മൾ എങ്ങനെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ടീം സെറ്റ് ചെയ്യാന്നൊക്കെ കാണിക്കാൻ പോകുന്നു. ഇതിൻ്റെ അകത്ത് നമ്മളെ എന്താ പറയുന്നത്, വലിയ ഫണ്ണായിട്ട് അടിച്ച് പൊളിച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഇത് ഞങ്ങളുടെ മെയിൻ അക്കൗണ്ട്. എൻ്റെ ടീം പ്ലാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കാരണം ഇത് എൻ്റെ മെയിൻ അക്കൗണ്ടാണ്. അവൻ പണ്ട് തൊട്ട് കളിക്കുന്നത്. ഞാനൊരു മാസമായിട്ട് കളിച്ച് തുടങ്ങിയുള്ളൂ. എൻ്റെ അക്കൗണ്ടൊക്കെ പോയായിരുന്നു. അത് വേറെ വിഷയം. പിന്നെ നമുക്ക് പറയാം. നമുക്ക് ഇപ്പോൾ കളിക്കല്ലടാ. ഹലോ, എൻ്റെ അക്കൗണ്ട് 5 മാസവും അവൻ്റെ അക്കൗണ്ട് 1 മാസമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ് ഞങ്ങളുടെ 2 പേർക്ക്. നമുക്ക് വലിയ ഇതൊന്നും ഇല്ലായിരിക്കും. നമുക്കിപ്പോൾ കളിക്കാമല്ലേ സമയം. ഹലോ, അവന് ഇടയ്ക്കിടയ്ക്കൊക്കെ റീകണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ ചാനേ. ഹലോ, വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, ഇൻവൈറ്റ് അയച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. അത് എൻ്റർ ചെയ്യാം. എൻ്ററിൻ്റെ അവിടെ അല്ലേ എന്ന് കേട്ടു. ഓക്കെ, നമ്മളിത് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഗോൾഡൊക്കെ നമ്മളിങ്ങനെ സ്പിൻ ചെയ്യാൻ കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ഗോൾഡൊന്നും ഇല്ല ശരിക്കും. GP ഒക്കെ അവന് കൂടില്ല. നമുക്കൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരാഴ്ച മാസമായിട്ടല്ലേ കളിക്കുന്നത്. അപ്പം ഹലോ ഗൈസ്, അപ്പം നമ്മൾ കണ്ടീഷൻ 2 ടീമിൻ്റെ എക്സലൻ്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഫണ്ണായിട്ട് കളിക്കുമ്പോൾ 2ൻ്റെ ഫോം എക്സലൻ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ AI മാച്ചസ് ഒക്കെ ആകുമ്പോഴേ ഉള്ളൂ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ജയിക്കാൻ പറ്റത്തില്ല. PvP അങ്ങനെയൊന്നും ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ടഫായിരിക്കും. ഇവൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഫണ്ണായിട്ട് തന്നെ എടുക്കണം. അത് സീരിയസ് ആയിട്ട് എടുത്ത് ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാനില്ല എനിക്കൊന്നും. അപ്പം 2 മാച്ച് എടുക്കട്ടെ? അപ്പോൾ ഇത് ലോഡിങ് ഗൈസ്. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക ടിപ്സൊക്കെ ഏതായിരുന്നു നെക്സ്റ്റ് ടീപ്പ്. അതൊക്കെ നെക്സ്റ്റ് ടീപ്പ് പിന്നെ അടുത്ത കളി കാണിച്ചു തരാം. ഒക്കെ എങ്ങനെ ജയിക്കാനും എന്താ ഡിഫൻസീവ് മെത്തേഡും അതൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ മാച്ചിൻ്റെ അവസാനം നമ്മൾ പല ടൈപ്പ് ഷൂട്ടിംഗ് മെത്തേഡ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് കാണിക്കാം. നമുക്ക് നെക്സ്റ്റ് അടിച്ചു വിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടീം. ഇനി അവൻ്റെ ടീം എനിക്ക് എങ്ങനെ കാണാൻ പറ്റും ഈ കളിയുടെ ഇടയ്ക്ക്. അതാണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ താഴത്തെ ബട്ടണിൽ നിൽക്കുമ്പോൾ ഇവിടെ ഏറ്റവും അറ്റത്തൊരു സംഭവം വരും. അത് നോക്കുമ്പോൾ അതാണ് അവൻ്റെ ടീം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ എൻ്റെ ഈ അക്കൗണ്ടായിരുന്നു അവൻ കാണിച്ചത്. ഫോർമേഷൻ അല്ലേടാ?
പോയി ടീമെല്ലാം കാണിച്ചല്ലേ. ആ ആ ആ ഇപ്പം ഞാൻ നിന്റെ ടീമുകളെല്ലാം നോക്കട്ടെ. നോയിക്കോ നോയിക്കോ. ഇതും 3CB ഫോർമേഷൻ ആണ്. ഇപ്പോഴത്തെ 3CB ഫോർമേഷനൊക്കെ അറ്റാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ 3CB തന്നെ ഇട്ടേക്കുന്നത്. ഓക്കെ കയറാം. ഒരു മിനിറ്റ് കയറാൻ വരട്ടെ. ഒരു മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒരു മൊഞ്ചും ചെറുക്കനും സെക്ഷനൊക്കെ സെറ്റ് ചെയ്തു. ഓക്കെ നീ എല്ലാം ഓക്കെ ഞാൻ റെഡിയാണ്. ഞാനും റെഡിയാണ്. അപ്പം നമുക്ക് മേളിൽ കാണാം. 2x2 ആണെങ്കിൽ കറക്റ്റായിട്ട് അത് അവന് 2 മാറ്റി കൊടുത്തു, ഞാനും 2 മാറ്റി കൊടുത്തു. ഇനി 1x1 ആണെങ്കിൽ ഞാൻ ഇപ്പം കൊടുക്കുവാണെങ്കിൽ ഞാൻ കൊടുത്ത് കാണത്തില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ അത് വരുന്നത്. ഞാൻ കൊടുക്കുവാണെങ്കിൽ 1x2, ഞാൻ കൊടുത്തില്ല, ഞാനും കൂടെ കൊടുക്കുവാണെങ്കിൽ 2x2, അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്ക് മനസ്സിലാവും കളിക്ക് തുടങ്ങുമ്പോഴൊക്കെ. കണ്ടല്ലോ, ഇതാണ് ഈ ഫുട്ബോളിൻ്റെ ശരിക്കത്തെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതെ, നമുക്കിനി കളിയിലേക്ക് എൻ്റർ ആവും അല്ലേടാ. ഇതിപ്പോ നമ്മൾ ആര് ജയിച്ചെന്ന് അപ്പം അവൻ നേരെ പോയി ഗോൾ അടിക്കുക ഉറപ്പ്. കണ്ടോ, അവൻ പ്രോ പ്ലെയർ ആയത്. അത് അത്യാവശ്യം നല്ലൊരു ഷൂട്ടായിരുന്നു. കണ്ടല്ലോ അവനിപ്പോൾ അത് അടിച്ചേക്കുന്ന പവർ ഷൂട്ടാണ്. കണ്ടു ഇപ്പം ഫസ്റ്റ് ഇപ്പം ഓരോ എന്താ പറയുന്നത്, ഗോൾ കീപ്പറിന് ഓരോ ഇതായിരിക്കും. എൻ്റെ ഗോൾ കീപ്പറിന് എന്തുവാ അവൻ്റെ ഗോൾ കീപ്പർ സെയിം അല്ലേടാ. നിൻ്റെ ഏതാ? മറ്റേ ഒരു ബൂസ്റ്റർ ഉള്ളവനല്ലേ? എൻ്റെ അത് തന്നെ. ലാഗ് അടിക്കുന്നുണ്ടോടാ? നല്ലോണൊക്കെ എനിക്ക് ലാഗ് അടിക്കുന്നു. ഗൈസ്, എൻ്റെ ടീമിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല എപ്പിക്കായിട്ടുള്ളൊരു സർജീനിയം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അടിച്ച് കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ തോക്കും, ഈ കളി നമ്മൾ തോക്കും. കാരണം അല്ലെങ്കിൽ സമ്മതിക്കും. ഞാൻ ഇതുവരെ അവൻ്റെ കൂടെ കളിച്ച് ജയിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, നെതർലാൻഡ്സ് ഒക്കെ നീ നെതർലാൻഡ്സ് ആണോടാ? അതങ്ങനെ വരും. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പിന്നെ എന്തുവാ ഞാൻ ഇപ്പം അതിന് പുറകെ കൊണ്ടുപോയത് മെസ്സിയാണ്. കണ്ടല്ലോ, ഇപ്പം പ്രഷറിന്റെ ബാക്ക് വന്നപ്പോൾ കിട്ടിയിട്ട് പ്ലാനാണ്. ഭയങ്കര വെറുത്തുള്ള ഞാൻ യൂസ് ചെയ്യുന്നതിനെ വെച്ച് വന്നപ്പോൾ ബെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റോളിൻ്റെ പാക്ക് ഇപ്പോഴും എന്താ പറയുന്നത്, റോളിൻ്റെ പാക്ക് അൺലിമിറ്റഡ് അല്ലേടെ? പെട്ടെന്ന് അറ്റാക്കിംഗ് ആയിട്ട് കയറാം. ഫോർമേഷൻ ഈ എന്ത് പറയുന്നത്, ഈ ഫോർമേഷൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഗെയിമിൻ്റെ റോളാണ്. ഈ റോളിനെ നമുക്ക് കിട്ടിയ ക്രഷർ ലിങ്കിൻ്റെ നമുക്ക് കിട്ടിയ റോളാണ്. നമുക്ക് മറ്റേ ഈ ഡെയിലി ഗെയിമിൽ നമ്മൾ സ്പിൻ ചെയ്യുന്ന ആ റോള് അൺലിമിറ്റഡ്. ഈ വർഷം മൊത്തം ആ റോള് വേണം. അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. നമുക്ക്
ഇതിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ആ അക്കൗണ്ടിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പണ്ടൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഗൈസ്, അത് പോയപ്പോൾ ഇത് എടുത്തത്. ഞാൻ ബ്രസീലിലോട്ടൊന്ന് മാറ്റിയെടുത്തായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പോൾ ഞാൻ പിന്നെ ഇതിങ്ങനെ എടുത്തേ കേട്ടു. അല്ലാതെ ഇതിപ്പോൾ ഞാൻ ബ്രസീലിലോട്ട് ആക്കിയായിരുന്നു. ബ്രസീൽ അത്യാവശ്യം നല്ലൊരു സംഭവമാണ്, കാരണം പെട്ടെന്ന് നമുക്ക് ഗോൾഡ് കൂടാനും ഒക്കെ ആയിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് പിന്നെ അത് മാറ്റിയപ്പം ഗോളെല്ലാം പോയായിരുന്നു. ഞാനിപ്പോൾ അടിച്ച ലോങ് ബോൾ ഷൂട്ടാണ്. സെൽഫ് ഗോളാണ്. മാക്സിമം നമ്മുടെ ഡിഫൻഡേഴ്സിനെ മാറ്റൊക്കെ കൊടുത്ത് നിർത്തിക്കുക. വെറുതെ നിൽക്കുവാൻ നമുക്ക് നല്ലൊരു അവസ്ഥ വരാനുള്ള ചാൻസ് കിട്ടുക. പ്ലേയേഴ്സ് ഒക്കെ പ്രശ്നമാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം മാച്ചപ്പ് കൊടുത്ത് ഈ കൺട്രോളറെ കൂടെ പോകാനേക്കാളും നല്ലത് നമുക്ക് പ്രഷർ കൊടുത്ത് വേണമെങ്കിൽ അവരുടെ അടുത്തോട്ട് പോകും. ഞാൻ കൂടുതലും പ്രഷറാണ് കൊടുക്കുന്നത്. നമ്മൾ റൺ ചെയ്യുമ്പോൾ പ്രഷർ കൊടുത്തിട്ട് തൊട്ടടുത്ത് ഏറ്റവും നല്ല പാസിൻ്റെ ഞാൻ ചെയ്തിരുന്നു. ഞാനൊക്കെ പറഞ്ഞിട്ട് ത്രൂ കൺഫേം ചെയ്തിട്ടുണ്ട്. ത്രൂ ബോളാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിട്ട് തീർക്കാൻ പറ്റും. നമുക്ക് പാസ്സാണെങ്കിൽ മറ്റേ ടീമിലെ ആൾക്കാർ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. There will be 3 minutes added time. ഈ സിൽവസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അത് നല്ല സ്പീഡൊക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഹാഫിലോട്ടല്ലേ? Just a quick announcement. It is now time for our special lottery. Please grab the tickets you were given when you were walking through the gates. ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം അവന് പെർസെൻറ്റേജ് കൂടുതലാണ്, കാരണം അവൻ ഷൂട്ട് അടി പിന്നെ അങ്ങനെ സക്സസ്ഫുള്ളി ആയിട്ടുള്ള പാസസ് അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും. അപ്പം അവിടെ കയറാം. എൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ത്രൂ ബോൾ അടിച്ചടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലേയേഴ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാമിനയൊക്കെ നല്ലപോലെ കുറയും. അപ്പോൾ അതിന് പകരം വേറൊരു പ്ലെയറിനെ നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. പകരം വേറൊരു പ്ലെയറിനെ നമ്മൾ മാറ്റിയിടണം ആ പൊസിഷനിൽ തന്നെ പറ്റുന്നതായിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അതിന് തുടങ്ങണ്ട, കാരണം ഞാൻ ഇപ്പോഴത്തെ കളിയെല്ലാം തോറ്റം കൊണ്ട് ഞാൻ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ അടിച്ചേക്കുന്നത് ഇച്ചിരി ഹൈറ്റിലോട്ട് വിട്ടാണ് എനിക്ക്. ഇങ്ങനെ ഒടിങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ടാക്കിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ഫൗളും കിട്ടും, കാരണം അത് ഇതാണ് ജസ്റ്റ് ബോൾ എടുക്കാനും തള്ളിയിടാനും കൂടെയാണ്. നമുക്ക് തള്ളിയിടും. അവൻ്റെ നേരത്തെ തട്ടിയാൽ പോയി. അപ്പം അതിനനുസരിച്ച് എന്തുവാ ത്രോ പോകും, കാരണം ഞാൻ ഇപ്പം സ്റ്റാമിന പറയുന്നത് നമുക്ക് വേറെ ആൾക്കാർ ഇടണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം അതിനനുസരിച്ച് എന്താ പറയുക സ്പീഡും പവറും കുറയും. കാരണം അവൻ്റെ ടീമിലെ CF കണ്ടല്ലോ, അത് ഗോൾ അടിക്കുന്നതനുസരിച്ച് ഇങ്ങനെ അവൻ്റെ സൈഡിൽ കാണാൻ പറ്റും, റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഓടി വന്നത് ഏഡൻ ഹസാർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്.
അല്ല ഞാൻ അടിച്ചോണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഗോൾ പോയില്ല. അത് ഭാഗ്യം, ജസ്റ്റ് മിസ്സൊക്കെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് കാരണം ഇപ്പം അവൻ അടിച്ച് അതിപ്പം അവൻ്റെ എന്താ പറയുന്നത്, ഇപ്പം അവൻ അടിച്ചതിൻ്റെ ഇച്ചിരി പവർ കൂടി. എൻ്റെ ആ ഷൂട്ടിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും. ഷൂട്ടിൻ്റെ മേലല്ല, ആ പ്ലേയേഴ്സിനെ അവിടെ കാണാൻ പറ്റും. അടിക്കുന്നതിൻ്റെ പവർ കൂടി കയറ്റുവാണെങ്കിൽ ഗോൾ പോസ്റ്റിൻ്റെ മേളിൽ കൂടെ പോകും. കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കയറത്തില്ല. നമ്മൾ പവർ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ സ്കൈ ചെയ്ത് പോകത്തേ ഉള്ളൂ, മറ്റേ പോസ്റ്റിന്റെ മുകളിൽ കൂടെ പോകുകയുള്ളൂ. പിന്നെ ഇപ്പം അവൻ അടിച്ചേക്കുന്ന ആ പവറിൽ നടുക്കൂന്നൊക്കെ അടിക്കുവാണെങ്കിൽ അത്യാവശ്യം ഗോൾ അല്ല, ഇച്ചിരി നീങ്ങി അടിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോൾ കയറാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എത്ര ദൂരത്തുനിന്നാണോ അത്രയും നമ്മൾ പവർ കൂട്ടിയാണ് കൊടുക്കുക. അവന്റെ സർജീനി ഒരു ടാക്കിളാണ് ചെയ്തത്. നമ്മളിപ്പോൾ ടാക്കിൾ ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം തന്നെ നമ്മൾ എഴുന്നേക്കാൻ പറ്റുമെന്ന് നമ്മുടെ പ്ലേയേഴ്സിന്. അപ്പം അപ്പുറത്തെ ടീമിലെ ആൾക്കാർ ബോൾ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഏറ്റവും കൂടെ പവറായിട്ട് അടിച്ചിട്ടുണ്ടേ. ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നൊക്കെ പവർ അടിച്ചാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ മോളിൽ കൂടെ പോയി. ഇതിപ്പം സൈഡിൽ കൂടെ ആണ് പോയത്. യെസ്, അതിപ്പോൾ ഞാൻ കളിക്കുന്നതിൻ്റെ ഇച്ചിരി അക്കൗണ്ടൊക്കെയാണ്. നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ജോലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേരാണ്. സ്പീഡും ഡിഫെൻഡിങ് ആയാലും പാസിംഗ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ല. ഇനി പോയിന്റ് ഷോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊനാമിയായിട്ട് ലിങ്ക് ചെയ്യണം. ഗൂഗിൾ പ്ലേ സ്റ്റോർ ചെയ്യുന്നതല്ല, ഗൂഗിൾ പ്ലേ എന്നല്ലേ സാധനത്തിന് പറഞ്ഞു. ഗൂഗിൾ പ്ലേ ലിങ്ക് ചെയ്യണമെന്നില്ല, നമുക്ക് കൊനാമി ഐ ഡി ലിങ്ക് ചെയ്താൽ മാത്രം മതി. ഗൂഗിൾ പ്ലേ നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്താൽ. പക്ഷേ ഗൂഗിൾ പേ കൊണ്ട് ചെയ്യുവാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ നേരം. ഈ പിന്നെ ഗൂഗിൾ പ്ലേയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അൺലിങ്ക് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല. മറ്റേ സക്സസ് ഇസ് പെർമനന്റ്. മറ്റേ ഞാനിപ്പോൾ ചെയ്ത് പക്ഷേ എൻ്റെ ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല പവറുള്ള ഗോൾ കീപ്പർ ആയതുകൊണ്ട് പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് അത് വരുത്തില്ല കേട്ടോ. ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ തായ്ബൂട്ട് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറാണ്. പുള്ളിക്ക് 202 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ സേവ് ചെയ്യുന്നൊക്കെ പുള്ളിക്ക് എളുപ്പമായിരിക്കും. പിന്നെ പുള്ളിന്ന് ഇപ്പം ആ പാക്ക് ഉണ്ടോടാ? ഉണ്ട്, അത് ലീഗ് സെലക്ഷനാണ്. അതിപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോൾ ഇനി ആ പാക്ക് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കളിച്ചുണ്ടാക്കുകയാണെങ്കിൽ ആ പാക്ക് നമുക്ക് ചിലപ്പോൾ എത്ര അത് 100-200 കോയിൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ 2 സ്പിൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ചാൻസ് കിട്ടും, കൂടുതലും കിട്ടാൻ ചാൻസ് കൂടുതൽ അവന്. എനിക്ക് 2 സ്പിന്ന് കിട്ടിയായിരുന്നു. അവനെത്ര? എനിക്ക് 3-4 സ്പിന്നുകൾ കിട്ടിയായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടത് മൊത്തം മിസ് പാസ് ആയിരുന്നു. ഞാൻ അടിച്ചത് അവൻ അടിച്ചത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെപ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇവനെ അടിക്കാൻ പോയി ആ കയ്യിൽ നിന്ന് എടുത്ത കണ്ടോ? അത് ഷൂട്ടിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് അങ്ങനെ എടുക്കാം, അടിക്കുന്നതിന് മുമ്പ് കേട്ടോ. അടിക്കുന്ന തുടക്കം ഇടുമ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം പ്രോക്കോ കളിക്കുന്ന അത് പെട്ടെന്ന് നമുക്ക് അത് ചെയ്തില്ല, നമ്മൾ ഡിഫെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതായത് സ്റ്റമ്മിങ് ഷോട്ട് സാധാരണ ഷോട്ടിനൊക്കെ ഇച്ചിരി സ്ലോ ആണ്. അപ്പം നമുക്ക് അത് ഷൂട്ട് കയറാനുള്ള ചാൻസസ് വളരെ ഡിഫൻഡർ കുറവാണ്. കാരണം മറ്റേ ഡിഫൻഡേഴ്സിന് പെട്ടെന്ന് വന്ന് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അക്കൗണ്ടിൻ്റെ മറ്റേ ഇപ്പോൾ ഈ പ്രോ അക്കൗണ്ട് എങ്ങനെ ആക്കുന്നതെന്നുള്ള അക്കൗണ്ട് ഈ കൊനാമിയുടെ പറയുന്നത് ഒരു മൂച്ചി ക്ലോൺ എന്ന് പറയുന്ന ഒരു ക്ലോണർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ വരി ഞാൻ APK ആയിട്ട് സംഭവം എടുത്ത് ഞാൻ അല്ലാതെ ഫയൽ മാനേജറിൽ കയറി ഡൗൺലോഡ് ചെയ്ത സംഭവം നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ അത് ലിങ്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
എങ്ങനെ പ്രോ അക്കൗണ്ട് ആക്കി കളിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ കൂട്ടുകാരോടെ കളിക്കാം അല്ലടാ അത് വെച്ച്. അതേ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ ഞാനും വരുന്നുള്ളൂ. കാരണം അടുത്ത വീഡിയോ നാളെ വരും. അത് മറ്റേ ഇതായിരിക്കും, മറ്റേ അക്കൗണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല, മറ്റേ ബിഗിനേഴ്സ് എങ്ങനെ കളിക്കുന്നത് ആ അക്കൗണ്ട് വരുന്നുള്ളൂ.